Hi all, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റിയിലെ സെക്കൻഡ് പാർട്ട് സോൾവ്ഡ് MCQs ആണ്. So let us start. First question, a random variable x has the following probability distribution. അപ്പോൾ xന്റെ വാല്യൂസ് തന്നിട്ടുണ്ട് 0 മുതൽ 8 വരെ. നെക്സ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള p of x ന്റെ വാല്യൂസ് തന്നിട്ടുണ്ട് a, 3a, 5a, 7a, 9a, 11a, 13a, 15a, 17a. Determine the value of a. Find p of x less than 3, p of x greater than or equal to 3, p of 0 less than x less than 5. ഇപ്പോൾ കുറച്ച് സെറ്റ് ഓഫ് വാല്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ വാല്യൂ ഓഫ് എ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഓപ്ഷൻസ് നോക്കാം. 1/81 അതായത് എയുടെ വാല്യൂ, പിന്നെ സെക്കൻഡ് പാർട്ടിന്റെ 3 പ്രോബബിലിറ്റി വാല്യൂസ് അല്ലേ, അങ്ങനെയാണ് സെറ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. 1/81, then 1/9, 8/9, 8/27, b 1/83, 2/9, 8/7, 8/25, c 11/81, 2/9, 7/9, 11/27, d 11/83, 5/9, 8/3, 5/27. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. സം ഓഫ് പ്രോബബിലിറ്റീസ് എപ്പോഴും ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ സം ടോട്ടൽ സം എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? ഈ പറഞ്ഞ എല്ലാം p of x വാല്യൂസ് അല്ലേ, അതെല്ലാം ആഡ് ചെയ്തിട്ട് ഈക്വൽ ടു 1 കൊടുത്തൂടെ. അതായത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ടോട്ടൽ സം സിഗ്മ p of x എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ ആ കറസ്പോണ്ടിങ് p of x വാല്യൂസ് ആഡ് ചെയ്യാം, എന്നിട്ട് is equal to 1 കൊടുക്കാം. അതിൽ നിന്ന് നമുക്ക് a കണ്ടുപിടിക്കാലോ. അപ്പോൾ LHS എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 81a കിട്ടും, which is equal to 1. അപ്പോൾ അതിൽ നിന്ന് a എന്താ? 81 RHS കൊണ്ടുപോയാൽ 1/81 ആണ് എയുടെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന പ്രോബബിലിറ്റി വാല്യൂസ് കണ്ടുപിടിക്കാം. p of x less than 3. ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ x ഈക്വൽ ടു 3യുടെ കേസ് എടുക്കണം. ഇവിടെ ഇപ്പോൾ ഈക്വൽ ടു തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ 3നേക്കാളും ലെസ് ആയിട്ടുള്ളത് ഏതൊക്കെയാ? 0, 1, 2. അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി വാല്യൂസ് ഇപ്പോൾ നമുക്കറിയാം a, 3a, 5a. ആ ടേബിൾ നോക്കി അറിയാം. ഞാൻ ആ ടേബിൾ ഇവിടെ വീണ്ടും കാണിച്ചിട്ടില്ല. അപ്പോൾ a നമുക്ക് ഓൾറെഡി 1/81 കിട്ടി. സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വാല്യൂ കിട്ടുക? 1/81, 3/81, 5/81 അല്ലെ. ജസ്റ്റ് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ a എന്ന് പറയുന്നത് 1/81 ആണ്, 3 എന്ന് പറഞ്ഞാൽ 3 × 1/81, ദാറ്റ് ഇസ് 3/81. അതേപോലെ 5/81. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 9/81, ദാറ്റ് ഇസ് സിംപ്ലിഫൈഡ് ഫോം എന്താ? 1/9. നെക്സ്റ്റ് p of x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. സോ 3 മുതൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് വാല്യൂ എന്താ? x ഉണ്ട്, അതായത് 8 വരെ ഉണ്ട് വാല്യൂസ് അല്ലെ. സോ x equal to 3 മുതൽ x equal to 8 വരെ കറസ്പോണ്ടിങ് എയുടെ ടേംസിൽ ഇപ്പോൾ 7a, 9a, 11a, 13a, 15a, 17a. അപ്പോൾ എല്ലാം a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1/81. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് കിട്ടും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി സിംപ്ലിഫൈഡ് ആൻസർ 8/9 ആണ് കിട്ടുക. ലാസ്റ്റ് വൺ p of 0 less than x less than 5. അതായത് 0 to 5ന്റെ ഇടയിലുള്ള വാല്യൂസ് 1, 2, 3, 4. ഈ 4 വാല്യൂസിൽ അഗെയിൻ 3a, 5a, 7a, 9a ആണ്. a 1/81 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ വാല്യൂസ് കിട്ടും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി 8/27 ആണ് സിംപ്ലിഫൈഡ് ആൻസർ കിട്ടും. Second question, find the probability distribution of a number of successes in 2 tosses of a die, where success is defined as a number greater than 4 appearing on at least one die. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്ന എന്താ? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഓഫ് എ നമ്പർ ഓഫ് സക്സസസ് ഇൻ 2 tosses of a die. അപ്പോൾ ഡൈ 2 ടൈംസ് നമ്മൾ ടോസ് ചെയ്യുന്നുണ്ട്. സോ ഐ മീൻ ത്രോയിങ് ആ ഡൈ ആണ് ഇപ്പോൾ 2 തവണ. where success is defined as a number greater than 4 appearing on at least one die. Okay, so at least one die നമുക്ക് number greater than 4 appear ആണ് പോലെ ആയിരിക്കണം സക്സസ് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് a, x, p of x. ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിരിക്കുന്നത്. എക്സിന്റെ വാല്യൂസ് ആണ് 0, 1, 2. കറസ്പോണ്ടിങ് p of x ന്റെ വാല്യൂസ് ഓരോ ഓപ്ഷൻസിലും ഡിഫറെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. 4/9, 4/9, 1/9. സെക്കൻഡ് ഓപ്ഷനിൽ p of x എന്ന് പറയുന്നത് 1/9, 4/9, 4/9. തേർഡ് ഓപ്ഷനിൽ 4/9, 1/9, 4/9. ആൻഡ് ലാസ്റ്റ് വൺ 4/9, 1/3, 1/3. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഇസ് 0 കറസ്പോണ്ടിങ് 4/9, 1 കറസ്പോണ്ടിങ് 4/9, 2 കറസ്പോണ്ടിങ് 1/9.
നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് ഒരു ഡൈ എന്ന് പറയുന്നത് 2 തവണ ടോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ത്രോയിങ് എ ഡൈ ആണ് കോമൺ ആയിട്ട് പറയാറ്. ഓക്കെ, അപ്പോൾ ടോസിങ് ട്വൈസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡൈ എറിയുന്നു 2 ടൈംസ് എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാമ്പിൾ സ്പേസിൽ എത്ര സാമ്പിൾ പോയിന്റ്സ് അല്ലെങ്കിൽ ഔട്ട്കംസ് ഉണ്ടാവും? ഇപ്പോൾ ഒരു ഡൈ എറിയുകയാണെങ്കിൽ 6 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. ഇപ്പോൾ 2 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 2 തവണ എന്ന് പറയുമ്പോൾ എന്താ 6 വീണ്ടും വരും. അതും രണ്ടും കൂടെയാണ്, മീൻസ് ബോത്ത് ആൻഡ് ആണ് കേസ് അല്ലേ. സോ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യണം. 6 into 6 ആണ് വരിക. ദാറ്റ് ഈസ് 36 ഔട്ട്കംസ് അല്ലെങ്കിൽ സാമ്പിൾ പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ എന്നിന്റെ വാല്യൂ നമുക്ക് കിട്ടി. അതായത് സാമ്പിൾ സ്പേസിൽ എത്ര പോയിന്റ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് അല്ലെങ്കിൽ എത്ര ഔട്ട്കംസ് ആണ് n of s എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 36. ഇനി ട്രയൽ എന്ന് പറയുന്നത് സക്സസ് ആവുന്ന ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്നിരിക്കുന്നത്? അതായത് നമുക്ക് ആ നമ്പറിൽ, അതായത് 1 ഡൈയിൽ അറ്റ്ലീസ്റ്റ് വരുന്ന നമ്പർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 4 ആയിരിക്കണം. ഈ ഗ്രേറ്റർ ദാൻ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈസിൽ പിന്നെ ആകെ കൂടിയുള്ളത് 5 അല്ലെങ്കിൽ 6 ആണ്. ക്ലിയർ ആയല്ലോ? അതുകൊണ്ടാണ് അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് എന്താ, അറ്റ്ലീസ്റ്റ് 1 ഡൈയിൽ നമുക്ക് 5 or 6 വരുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ് എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് ഡൈസ് ഓൺ വിച്ച് 5 or 6 അപ്പിയർ. അപ്പോൾ ഈ 5 or 6 അപ്പിയർ എന്ന നമ്പറിനെയാണ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ ഇവിടെ ചൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വാട്ട്, എക്സിന്റെ വാല്യൂസ് എന്തായിട്ട് എടുക്കാൻ പറ്റും? 0, 1, 2. ഇപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? നമുക്ക് സക്സസ് എന്ന് പറയുന്നത് 5 or 6 അപ്പിയർ ചെയ്യണം. പക്ഷെ നമ്മൾ റാൻഡം വേരിയബിൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാ? എക്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 or 6 ഒരു ഡൈസിലും അപ്പിയർ ചെയ്യില്ല. ക്ലിയർ ആയല്ലോ? അതായത് 5 or 6 ഡു നോട്ട് അപ്പിയർ ഓൺ എനി ഓഫ് ദ ഡൈസ്. അപ്പോൾ അങ്ങനത്തെ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ പോസിബിൾ സാമ്പിൾ സ്പേസ് നമുക്ക് എഴുതി നോക്കാം. ദാറ്റ് ഈസ് 5 or 6 അപ്പിയർ ചെയ്യാത്ത കേസ്. 5ഉം 6ഉം വരാൻ പാടില്ല. ഇപ്പൊ 2 പ്രാവശ്യം അല്ലേ എറിയുന്നത്, സോ നമ്മൾ പെയർ ആയിട്ടാണ് എഴുതേണ്ടത്. ഇപ്പൊ 1,1, 1,2 എക്സെട്ര അപ് ടു 4,4. ഇതിൽ 5ഓ 6ഓ വരാൻ പാടില്ല. അതാണ് x equal to 0 കേസ്. നെക്സ്റ്റ്, അപ്പൊ ഇതിൽ എത്ര എണ്ണം ഉണ്ട്? മീൻസ് സാമ്പിൾ പോയിന്റ്സ് എത്ര എണ്ണം ഉണ്ട്? 16 ആണുള്ളത്. സോ p of x equal to 0 എന്ന് പറയുന്നത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എന്താ? 16 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, അത് ഓൾറെഡി നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു 36 അല്ലെ. അപ്പൊ 16/36 equal to 4/9 ആണ് ആൻസർ. ഇതേപോലെ തന്നെ ബാക്കി 2 കേസും കണ്ടുപിടിക്കാം. x equal to 1 എന്ന് പറഞ്ഞാൽ എന്താ? 5 or 6 എന്ന് പറയുന്നത് ഇറ്റ് അപ്പിയർ ഓൺ എക്സാക്ട്ലി വൺ ഓഫ് ദ ഡൈസ്. ക്ലിയർ ആയാലും? അപ്പോൾ 5 or 6 എന്ന് പറയുന്നത് ഒരെണ്ണത്തിൽ എന്തായാലും ഒക്കർ ചെയ്യുന്നത്. സോ ആ കോമ്പിനേഷൻസ് എഴുതാം. അപ്പോൾ ഒരെണ്ണത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഏതെങ്കിലും, അതായത് നമ്മൾ പെയർ എഴുതൂലോ, അതിൽ ഒന്നെങ്കിൽ, അതായത് ഒരു വാല്യൂ ഒന്നെങ്കിൽ 5 അല്ലെങ്കിൽ 6, ആ കോമ്പിനേഷൻസ് എല്ലാം എഴുതാം. ഓക്കെ, എഗെയിൻ നമുക്ക് ഇവിടെ n of x എന്നത് 16 തന്നെയാണ് കിട്ടുക. വീണ്ടും p of x equal to 1 എന്ന് പറയുന്നത് ഫേവറബിൾ ഔട്ട്കംസ് n of x ഡിവൈഡ് ബൈ n of s ടോട്ടൽ ഔട്ട്കംസ് 16/36 4/9. ക്ലിയർ ആയല്ലോ? ലാസ്റ്റ് വൺ ആണ് x equal to 2. അപ്പൊ എന്തായിരിക്കും? 5 or 6 എന്ന് പറയുന്നത് 2 ഡൈസിലും അപ്പിയർ ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? 5 or 6 2 ഡൈസിൽ അപ്പിയർ ചെയ്യുന്നത്. സോ 5, 5, 5, 6, 6, 5, 6, 6. ഇത് കുറച്ചും കൂടി ഈസിയാണ്, കാരണം നമുക്ക് 5, 6 കോമ്പിനേഷൻസ് മാത്രം എടുത്താൽ മതി, 2 ത്രോയിലും ഉണ്ടല്ലോ. സോ n of x എന്ന് പറയുന്നത് എന്താ കിട്ടി? 4 കിട്ടുക. ഇത് ഇനി നമുക്ക് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് 4/36 1/9. അപ്പോൾ നമുക്ക് റിക്വയർഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരച്ചു നോക്കാം. അതായത് x equal to x ന് കറസ്പോണ്ടിങ് p of x, 0ന് കറസ്പോണ്ടിങ് നമുക്ക് കിട്ടിയ വാല്യൂ എന്താ? 4/9. 1ന്റെ പ്രോബബിലിറ്റി 4/9, 2ന്റെ 1/9. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. Next question, the mean of the numbers obtained on throwing a die having written 1 on 3 faces, 2 on 2 faces, 5 on 1 face is options A1, B2, C5, D8/3. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ B2 ആണ്. ഇപ്പൊ എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് x എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ നമ്മൾ എടുക്കേണ്ടത് a number on the die ആണ്. ഓക്കെ, നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് എന്താ? അതായത് ഒരു ഡൈയുടെ കേസിൽ 6 ഫേസസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഔട്ട്കംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമ്പിൾ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താ? 6 ആണ്. ഇനി p of x equal to 1. അപ്പോൾ x equal to 1 എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓൺ ദ ഡൈ ആണ്. ഓക്കെ, അപ്പോൾ x equal to 1 എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, throwing a die having 1 on 3 faces അല്ലെ. സോ നമുക്ക് ഫേവറബിൾ എന്ന് പറയുന്നത് 3 ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് ഇപ്പൊ നമ്മൾ പറയില്ലേ 6. ഓക്കെ, ഇപ്പൊ 3/6 1/2. സിമിലർലി x equal to 2. 2 എന്ന് പറഞ്ഞാൽ 2 on 2 faces. അപ്പോൾ 2 faces ആണ് ഫേവറബിൾ, ടോട്ടൽ ഔട്ട്കംസ് 6. അപ്പോൾ 1/3. then p of x equal to 5. 5 on 1 face ആണ്. അപ്പോൾ 1 ആണ് ഫേവറബിൾ, ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം 6.
ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ചോദിച്ചിട്ടുള്ള മീൻ ആണ്, മീൻ വാല്യൂ എക്സ്പെക്ടേഷൻ. സിഗ്മ പി ഐ ഇൻറ്റു എക്സ് ഐ ആണ് ഫോർമുല. സോ പി ഐ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഇതേപോലെ P1 x1 P2 x2 പ്ലസ് P3 x3. ഓക്കെ, ഈ മൂന്ന് വാല്യൂസിന്റെ കോമ്പിനേഷൻസ്, അത് നമ്മൾ കറസ്പോണ്ടിങ് എക്സിന്റെ വാല്യൂസ്. അപ്പോൾ 1/2 ഇൻറ്റു എക്സിന്റെ കറസ്പോണ്ടിങ് 1 ആണ്. 1/2 ഇൻറ്റു 1. നെക്സ്റ്റ് എക്സ് ഇക്വൽ ടു 2 ആകുമ്പോൾ നമുക്ക് കിട്ടിയത് പി ഓഫ് എക്സ് ഇക്വൽ ടു എന്താ 1/3. നെക്സ്റ്റ് പി ഓഫ് എക്സ് ഇക്വൽ ടു 5 നമുക്ക് 1/6 കിട്ടി. അപ്പോൾ കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് ടേംസ് നമ്മൾ ആഡ് ചെയ്യുക, കിട്ടുന്ന വാല്യൂ 2 ആണ് ഫൈനൽ സിംപ്ലിഫൈഡ് ആൻസർ. Next question. Suppose that 2 cards are drawn at random from a deck of cards. 2 cards റാൻഡം ആയിട്ട് ഒരു deck of cards എടുക്കുന്നുണ്ട്. Let x be the number of aces obtained. നമുക്ക് കിട്ടുന്ന acesന്റെ നമ്പർ ആണ് x എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് x എന്താണ്. Then the value of e of x. e of x എന്താ? എക്സ്പെക്ടേഷൻ ഓർ മീൻ ആണ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് a 37/221, b 5/13, c 1/13, d 2/13. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2/13. അപ്പൊ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഓൾറെഡി നമ്പർ ഓഫ് ഏസസ് ഒബ്റ്റെയിൻഡ് തന്നിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ വാല്യൂസ് എന്തായിരിക്കും? 0, 1 or 2. അതെന്താ 2 എന്ന് പറയാൻ കാരണം? ബിക്കോസ് നമ്മളെടുത്ത് 2 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അല്ലെ. 2 കാർഡ്സ് ആണ് റാൻഡം ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ആ 2 കാർഡ്സ് ഏസ് ആവാനുള്ള പോസിബിലിറ്റി ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എക്സിന്റെ വാല്യൂസ് ഒന്നെങ്കിൽ ഏസ് ഒന്നും സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ 1 ഏസ് സെലക്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 ഏസ് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് 0, 1, 2. ഓക്കെ, ഇനി ഒരു ഡെക്ക് ഓഫ് കാർഡ്സിൽ എത്ര കാർഡ്സ് ഉണ്ടാവും? 52 കാർഡ്സ് ഉണ്ട്. അതിൽ എത്ര ഏസസ് ഉണ്ടാവുക? 4 ഏസസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. 4 ഏസസ് ആണ് ടോട്ടൽ 52 കാർഡ്സ് ഉള്ളത്. അപ്പൊ അതിന്റെ മീനിങ് എന്താ? നോൺ ഏസ് കാർഡ്സ്, അതായത് ഏസ് കാർഡ്സ് അല്ലാത്തതാണ് ബാക്കി എല്ലാം കാർഡ്സും. അതിനെയാണ് നമ്മൾ നോൺ ഏസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 52 ആണ് ടോട്ടൽ കാർഡ്സ്. അതിൽ ഏസ് കാർഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പൊ ബാക്കി 52 മൈനസ് 4 എന്ന് പറയുന്നത് എന്താണ്? 48. ഇത് നോൺ ഏസ് കാർഡ്സ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതാണ് ഇവിടെ ഓരോന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഇനി എക്സിന്റെ കറസ്പോണ്ടിങ് വാല്യൂസിന് ആ പ്രോബിലിറ്റി വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ് 0 പറഞ്ഞാൽ 0 ഏസ് കാർഡ് സെലക്ട് ചെയ്തു. അപ്പൊ അതിന്റെ മീനിങ് ഏസ് കാർഡ് നമ്മൾ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ 2 കാർഡ്സ് എടുക്കുന്നത് പിന്നെ എന്താണ്? നോൺ ഏസ് കാർഡ് ആണ്. ക്ലിയർ ആയല്ലോ? സോ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പറയുന്നത് എന്താ? പി ഓഫ് ഇത് 0 ആണ്. പി ഓഫ് 0 ഏസ് ആൻഡ് 2 നോൺ ഏസ് കാർഡ്. സ്റ്റോപ്പ്, ഇത് ഇങ്ങനെ ജസ്റ്റ് സ്പേസിംഗ് ഇല്ല, കൺഫ്യൂസ്ഡ് ആവരുത്. പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് പ്രോബിലിറ്റി ഓഫ് 0 ഏസ് കാർഡും 2 നോൺ ഏസ് കാർഡും. ഏസ് കാർഡ് 0 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? നോൺ ഏസ് കാർഡ് 2 ആണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി. ഈ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് നമ്മൾ കോമ്പിനേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം NC(x) എന്ന് പറയുന്നത്, അല്ലെങ്കിൽ NC(R) എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എത്ര ഏസ് കാർഡ്സ് ഉണ്ട്? 4 ഏസ് കാർഡ്സ് ഉണ്ട്. ഈ 4ൽ നിന്നാണ് ചൂസ് ചെയ്യുന്നത്. 4ൽ നിന്ന് നമ്മൾ എത്ര ചൂസ് ചെയ്യുന്നുണ്ട്? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ എക്സിന്റെ വാല്യൂ എന്താ? 0 ആണ്. സോ 4C0 ഇൻറ്റു, ഇനി നമ്മൾ 0 ഏസ് കാർഡ് സെലക്ട് ചെയ്തു. അപ്പൊ ബാക്കി 2 ഏസ് കാർഡ്സ് വന്നത് നോൺ ഏസ് കാർഡിൽ നിന്നാണ്. അപ്പൊ നോൺ ഏസ് എത്ര എണ്ണം ഉണ്ട്? 48. അതിൽ നിന്ന് നമ്മൾ എത്ര എണ്ണം സെലക്ട് ചെയ്തു? 2. കാരണം ഏസ് കാർഡ് 0 ആണ്. സോ നോൺ ഏസ് നിന്ന് 2 സെലക്ട് ചെയ്തു. ഇനി ഡിവൈഡഡ് ബൈ ടോട്ടൽ. ടോട്ടൽ പറയുന്നത് 52 ടോട്ടൽ കാർഡ്സ് ആണുള്ളത്. അതിൽ നിന്ന് നമ്മൾ എത്ര സെലക്ട് ചെയ്യുന്നുണ്ട്? 2. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാതെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ 0 ഏസ് കാർഡ് എന്ന് പറയുമ്പോൾ 4 ഏസ് കാർഡിൽ നിന്ന് 0 സെലക്ട് ചെയ്യണം. അതാണ് 4C0. നെക്സ്റ്റ് ആൻഡ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. 48 നോൺ ഏസ് കാർഡ്സ് നിന്ന് 2 സെലക്ട് ചെയ്യണം. അപ്പോൾ 48C2 ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന് പറയുന്നത് 52 കാർഡ്സിൽ നിന്ന് 2 സെലക്ട് ചെയ്യണം. അതാണ് 52C2. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് 1128 ഡിവൈഡ് ബൈ 1326. നെക്സ്റ്റ് കേസ് ഇതേപോലെ നമുക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്. അതിന്റെ മീനിങ് എന്താ? 1 ഏസ് കാർഡും 1 നോൺ ഏസ് കാർഡാണ്. സോ
നോക്കിയാൽ മനസ്സിലാവും. അതായത് 4 ഏസ് കാർഡിൽ നിന്ന് 1 ഏസ് കാർഡ് സെലക്ട് ചെയ്തു. അപ്പോൾ 4C1. ഇനി ആൻഡ് ഇൻറ്റു ഇനി 1 മോർ സെലക്ട് ചെയ്യുന്നത് നോൺ ഏസ് ആണ്. സോ 48ൽ നിന്ന് 1 സെലക്ട് ചെയ്തു 48C1 ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിം തന്നെയായിരിക്കും 52C2. അത് 192 ഡിവൈഡ് ബൈ 1326 കിട്ടും. നെക്സ്റ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2. ഈക്വൽ ടു 2 പറയുമ്പോൾ 2 ഏസ് ആണ് സെലക്ട് ചെയ്യണം. അപ്പോൾ 2 ഏസ് ഓൾറെഡി സെലക്ട് ചെയ്തു. ആകെ 2 അല്ലേ സെലക്ട് ചെയ്യുള്ളൂ. സോ 0 നോൺ ഏസ് ആണ് ഉണ്ടാവും. അപ്പോൾ 4C2 into 48C0. C0 എന്ന് പറഞ്ഞാൽ C0 divided by 52C2. That is 6 by 1326. ഇനി നമുക്ക് മീൻ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ്പെക്ടേഷൻ ദാറ്റ് ഇസ് സിഗ്മ പി ഐ ഇൻറ്റു എക്സ് ഐ ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് അതായത് x1 ഇൻറ്റു P1 പ്ലസ് x2 ഇൻറ്റു P2 പ്ലസ് x3 ഇൻറ്റു P3 ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം x = 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു P1 ആണ് വരിക. ബാ ടേം 0 ആവും. ബാക്കി രണ്ട് ടേംസും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 2/13 ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദ നമ്പർ ഓഫ് ടെയിൽസ് ഇൻ 3 ടോസസ് ഓഫ് എ കോയിൻ. അതായത് മീനും വേരിയൻസും കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ടെയിൽസ്, അപ്പോൾ നമ്മൾ ഒരു കോയിൻ 3 ടൈംസ് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ടെയിൽസ് കിട്ടുന്നോ അതിന്റെ മീൻ ആൻഡ് വേരിയൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ 1/2 5/4, അതായത് ഫസ്റ്റ് വാല്യൂ തന്നിരിക്കുന്നത് മീൻ വാല്യൂ പിന്നെ വേരിയൻസ്. ഓക്കെ, ബി 3/2 3/4, സി 1/3 3/4, ഡി 3/4 3/5. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 3/2 മീൻ വാല്യൂ, വേരിയൻസ് 3/4. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റാൻഡം വേരിയബിൾ സെലക്ട് ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് ഡിനോട്ട് ദ നമ്പർ ഓഫ് ടെയിൽസ്, അതല്ല നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. അപ്പോൾ ലെറ്റ് എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് ടെയിൽസ് ഇൻ 3 ടോസസ് ഓഫ് എ കോയിൻ. അപ്പോൾ എക്സിന് എത്ര വാല്യൂസ് എടുക്കാം? 0 1 2 3 അല്ലെ? കാരണം എന്താ, 3 തവണ നമ്മൾ ടോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ടെയിൽസ് ആണ് എക്സ്. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ടെയിലും വന്നിട്ടുണ്ടാവില്ല 0, അല്ലെങ്കിൽ 1 ടെയിൽ വന്നിട്ടുണ്ടാവും 1, അല്ലെങ്കിൽ 2 ടെയിൽസ് 2, അല്ലെങ്കിൽ 3 ടെയിൽസ് 3. ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സ് = 0 1 2 3 കിട്ടി. ഇനി ഓരോ കണ്ടീഷൻസ്, അതായത് ഓരോ കേസസ് നോക്കാം. ഫസ്റ്റ് പി ഓഫ് എക്സ് = 0. സോ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടെയിൽസ് അപ്പിയറിംഗ് ആണ്. അപ്പോൾ എക്സ് 0 പറഞ്ഞാൽ ടെയിൽസ് ഒന്നുമില്ല. 3 ടോസസിൽ അപ്പോൾ എന്തായിരിക്കും? ഹെഡ്സ് തന്നെ ആയിരിക്കും. സോ പി ഓഫ് h അതിന്റെ വാല്യൂ എന്തായിരിക്കും? 1/8 ആയിരിക്കും. ബിക്കോസ് ഈ 1 എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടിയത്? കാരണം നോ ടെയിൽസ് അപ്പിയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടോസസിലും നമുക്ക് ഹെഡ്സ് ആണ് കിട്ടിയത്. സോ ആകെ കൂടി ഒരു പോസിബിൾ ഔട്ട്കം ഉള്ളൂ h. അതുകൊണ്ടാണ് ന്യൂമറേറ്റർ 1 കിട്ടിയത്. ഇനി ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത്, ഈ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? കാരണം ഹെഡ് ഓർ ടെയിൽ. അപ്പോൾ നമുക്ക് അതിന്റെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ വൺസ് നമ്മൾ ടോസ് ചെയ്താൽ ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ വരും. സോ ദാറ്റ് മീൻസ് 2 ആണ് നമ്പർ, അതായത് n എന്ന് പറയാം. ക്ലിയർ ആയി? ഇനി അതേപോലെ 3 തവണ ടോസ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീണ്ടും 2 വീണ്ടും 2. സോ ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 × 2 ദാറ്റ് ഈസ് 8 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വരിക, അല്ലെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ്സ് വരിക. അതുകൊണ്ടാണ് ഇവിടെ ഡിനോമിനേറ്ററിൽ 8. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1, അതായത് ഒരു ടെയിൽ അപ്പിയർ ചെയ്യും. അത് ചിലപ്പോൾ ഫസ്റ്റ് ടോസിൽ അല്ലെങ്കിൽ തേർഡ് ടോസിൽ അല്ലെങ്കിൽ സെക്കൻഡ് ടോസിൽ എങ്ങനെ വേണമെങ്കിൽ വരാം. അപ്പോൾ ന്യൂമറേറ്റർ എന്താ? ടോട്ടൽ നമ്പർ, അതായത് 1 2 3 ആണ് പോസിബിൾ ഔട്ട്കംസ്. 3 ഡിവൈഡ് ബൈ ടോട്ടൽ സെയിം ആയിരിക്കും 8. നെക്സ്റ്റ് എക്സ് = 2. 2 പറയുമ്പോൾ കോമ്പിനേഷൻസ് എന്താ വരിക? TTH അല്ലെങ്കിൽ THT അല്ലെങ്കിൽ HTT. സോ അഗെയിൻ 3 ഡിവൈഡ് ബൈ 8. ലാസ്റ്റ് വൺ എക്സ് ഈക്വൽ ടു 3, അതായത് 3ഉം ടെയിൽ വരുന്നത്. അതെന്തായിരിക്കും? എന്തായാലും ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ ഈ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നോക്കാം. എക്സിന് വാല്യൂ 0 1 2 3 കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ? അത് ജസ്റ്റ് എഴുതി വെക്കാം. ഇനി നമുക്ക് മീനും വേരിയൻസും കണ്ടുപിടിക്കാം. എഗെയിൻ ഒരു ടേബിളിൽ XI ജസ്റ്റ് ആ ഐ നോട്ടേഷൻസും കൂടി കൊടുത്തു. ഓക്കെ, നമുക്ക് 0 1 2 3 കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് കിട്ടിയത് നോട്ട് ചെയ്തു. ഇനി മീൻ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ സിഗ്മ PI XI അറിയണം. സോ PI × XI ഫസ്റ്റ് 2 കോളംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂസ്. ഇപ്പോൾ 0 × 1/8 0, 1 × 3/8 3/8, 2 × 3/8 6/8, 3 × 1/8 3/8. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. സിഗ്മ PI XI 3/2 കിട്ടും. ഇനി PI × XI². അപ്പോൾ എന്ത് ചെയ്യണം? XI എന്ന് പറയുന്നത് ഫസ്റ്റ് കോളമിലുള്ളതാണ്, അത് നമ്മൾ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. XIയുടെ സ്ക്വയർ പറയുമ്പോൾ 0 1 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, 3 സ്ക്വയർ പറഞ്ഞാൽ 9. ഇനി ഈ കറസ്പോണ്ടിങ് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്ത് 0 × 1/8 എന്ന് പറയുന്നത് 0, ദെൻ 1 × 3/8 എന്ന് പറയുന്നത് 3/8,
4 into 3 by 8 എന്ന് പറയുന്നത് 12 by 8. സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ, അപ്പോൾ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഡയറക്റ്റ് എഴുതിയെന്നുള്ളൂ. ഇനി 9 into 1 by 8 എന്ന് പറയുന്നത് 9 by 8. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്തു. സോ നമുക്ക് സിംപ്ലിഫൈഡ് ആൻസർ ആണ് 3 എന്ന് പറയുന്നത്. അതായത് ന്യൂമറേറ്റേഴ്സ് എല്ലാം ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 8 ചെയ്താൽ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് 3 ആണ് ആൻസർ കിട്ടും. അപ്പോൾ മീൻ വാല്യൂ എക്സ്പെക്ടേഷൻ പറഞ്ഞാൽ സിഗ്മ പി ഐ ഇൻറ്റു എക്സ് ഐ ആണ്. അത് നമുക്ക് 3/2 കിട്ടി. ഇനി നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കണം. വേരിയൻസിന്റെ ഫോർമുല എന്താ? സിഗ്മ പി ഐ എക്സ് ഐ സ്ക്വയർ മൈനസ് മീൻ സ്ക്വയർ ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സിഗ്മ പി ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയർ ആണ്. ഓക്കെ, അതിപ്പോൾ നമ്മൾ ഓൾറെഡി 3 കണ്ടുപിടിച്ചു. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, 3 കിട്ടി. ഇനി മൈനസ് മീൻ, ഇത് മീൻ വാല്യൂ ആണ്. ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മീൻ അല്ല, മ്യൂ. സോ അത് ഓൾറെഡി നമ്മൾ 3/2 കണ്ടുപിടിച്ചു. അപ്പോൾ അതിന്റെ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ 3 മൈനസ് 3/2 ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് 3/4 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A lot has 10% defective items. 10 items are chosen randomly from this lot. The probability that exactly 2 of the chosen items are defective. അതായത് ഒരു ലോട്ടിൽ 10% ഡിഫക്റ്റീവ് ഐറ്റംസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ 10 ഐറ്റംസ് ആണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. 10 ഐറ്റംസ് നമ്മൾ ചൂസ് ചെയ്യുന്നു ഈ ലോട്ടിൽ നിന്ന്. പ്രോബബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 2 ഓഫ് ദ ചോസൺ ഐറ്റംസ് ആർ ഡിഫക്റ്റീവ്. അപ്പോൾ ഇതിൽ നിന്ന് എക്സാക്ട്ലി 2 എണ്ണം, അപ്പോൾ ഈ 10 ചൂസ് ചെയ്തെന്ന് എക്സാക്ട്ലി 2 എണ്ണം ഡിഫക്റ്റീവ് ആണെന്ന് കണ്ടുപിടിക്കാനുള്ള പ്രോബിലിറ്റി, അതായത് ഡിഫക്റ്റീവ് ആണെന്നതിൻ്റെ പ്രോബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ ഡിഫക്റ്റീവ് ഐറ്റംസിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് തന്നത് 10% എന്നുള്ളത്. ക്ലിയർ ആയാലും ഇതാണ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ 0.0036, ബി 0.1937, സി 0.2234, ഡി 0.3874. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 0.1937. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ എക്സാക്ട്ലി 2 ഓഫ് ദ ചോസൺ ഐറ്റംസ് ഡിഫക്റ്റീവ്, അതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. സോ ദാറ്റ് മീൻസ് വാട്ട്? പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ആണ്, കാരണം 2 ഡിഫക്റ്റീവ് ഐറ്റംസിന്റെ പ്രോബിലിറ്റി. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 2. ഇനി നമുക്കറിയാം എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ ഫോർമുല. സോ അതിൽ എൻ എന്ന് പറയുന്നത് 10 ആണ് തന്നിട്ടുണ്ട് അല്ലെ. ഇനി പി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സക്സസ്. അതെങ്ങനെ എടുക്കണം? നമുക്കിപ്പോൾ എക്സാക്ട്ലി 2 ആർ ഡിഫക്റ്റീവ് ആണ് ചോദിച്ചത്. അതിന്റെ അർത്ഥം എന്താ? അതായത് പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കണം? ഈ 10%, അതായത് 10% ഐറ്റംസ്, അതായത് 10% ഐറ്റംസ് ആണല്ലോ ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ പി ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. 10/100 ദാറ്റ് ഇസ് 0.1. ക്ലിയർ ആയല്ലോ? അപ്പോൾ 0.1 കിട്ടി പി. സോ ക്യൂവിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 1 മൈനസ് പി. 1 മൈനസ് 0.1 ആണ്. സോ ദിസ് ഈക്വൽ ടു 0.9. അങ്ങനെയാണ് ക്യൂവിന്റെ വാല്യൂ 0.9 കിട്ടിയത്. ഇനി നമുക്ക് എല്ലാ വാല്യൂസും കിട്ടിയില്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ സി എക്സ് അതായത് 10c2 ഇൻറ്റു പി റേസ് ടു എക്സ് ആണ്, അതായത് 0.1 സ്ക്വയർ ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്, ദാറ്റ് ഇസ് 0.9 റേസ് ടു 10 മൈനസ് 2. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.1937. Next question. The probability of a man hitting a target is 1/4. How many times must he fire so that the probability of his hitting the target at least once is greater than 2/3? അപ്പോൾ ഒരു ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഒരാൾ, ആ പ്രോബിലിറ്റിയാണ് 1/4 എന്ന് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര തവണ ഫയർ ചെയ്താലാണ് ആ ടാർഗറ്റ് അറ്റ്ലീസ്റ്റ് വൺസ്, അതായത് നമുക്ക് അയാൾക്ക് ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി അറ്റ്ലീസ്റ്റ് മിനിമം വൺസ് എങ്കിലും ഗ്രേറ്റർ ദാൻ 2/3 ആവുക. ആ പ്രോബബിലിറ്റിയുടെ വാല്യൂ ആണ് കേട്ടോ ഗ്രേറ്റർ ദാൻ 2/3 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A4, B3, C2, D1. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അതായത് 4 അറ്റ്ലീസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് മിനിമം വാല്യൂ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ മിനിമം 4 തവണ അയാൾ ഹിറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ ആ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2/3 കിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് 4 കിട്ടുന്നത് നോക്കാം. ലെറ്റ് ദ മാൻ ഫയർസ് n ടൈംസ്. അപ്പോൾ അയാളൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം. അത് എത്ര തവണ ഫയർ ചെയ്തു എന്നുള്ളത് സ്മോൾ ലെറ്റർ n ആയിട്ട് ചൂസ് ചെയ്യുക. ഇനി എത്ര തവണ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്തു എന്നുള്ളത് x ടൈംസ്. ക്ലിയർ ആയല്ലോ? ഹിറ്റിംഗ് ദ ടാർഗറ്റ് x ടൈംസ്.
അപ്പോൾ നമ്മളൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ അതിനെ എത്ര തവണ അയാൾ ഫയർ ചെയ്തു എന്നുള്ളത് n ടൈംസും ആ ഫയർ ചെയ്തതെല്ലാം കറക്റ്റ് ആയിട്ട് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യണം, അതാണ് x ടൈംസും. ക്ലിയർ ആയല്ലോ? അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതാം. അതായത് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു n മൈനസ് എക്സ് ആണ്. ഈ എക്സിന് പകരം ഇവിടെ 6 മെൻഷൻ ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ, സെയിം തന്നെയാണ്. സോ ഇവിടെ എക്സിന് പകരം 6 എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, കൺഫ്യൂസ്ഡ് ആവണ്ട. അപ്പോൾ ഈ 6ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ n വരെയാണ്. ഇനി നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ഹിസ് ഹിറ്റിംഗ് ദ ടാർഗറ്റ് അറ്റ് ലീസ്റ്റ് വൺസ് ഇസ് ഗ്രേറ്റർ ദാൻ 2/3. ഓക്കെ, അത് തന്നിട്ടുണ്ട്. ആ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എത്ര തവണ അയാൾ ഫയർ ചെയ്തും കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അതായത് എന്നിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ കണ്ടീഷൻ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഹിസ് ഹിറ്റിംഗ് ദ ടാർഗറ്റ് അറ്റ് ലീസ്റ്റ് വൺസ് ഇസ് ഗ്രേറ്റർ ദാൻ 2/3. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ടേം മനസ്സിലാക്കാം. അതായത് പ്രോബബിലിറ്റി ഓഫ് ഹിറ്റിംഗ് ദ ടാർഗറ്റ് അറ്റ് ലീസ്റ്റ് വൺസ് എങ്ങനെ വരിക? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. കാരണം എന്താ? മിനിമം ഒരു തവണയെങ്കിലും ടാർഗറ്റ് അയാൾ ഹിറ്റ് ചെയ്യണം. അപ്പോൾ എക്സ് ആണ് നമ്മൾ ടാർഗറ്റ് ഹിറ്റിംഗ് ആ റാൻഡം വേരിയബിൾ ആയിട്ട് എടുത്തിരിക്കണം. സോ മിനിമം 1 ടൈം അത് ഹിറ്റ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം വാല്യൂ 1 ആയിരിക്കണം. മിനിമം ആണ് 1. സോ മാക്സിമം ഗ്രേറ്റർ ദാൻ 1 കൂടി ആവാം. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയാലേ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. അതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2/3 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താ? 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 1 ആണ്. സോറി, എക്സ് ലെസ് ദാൻ 1. എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടി ഒരു പോസിബിലിറ്റി എന്താ? എക്സ് ഈക്വൽ ടു 0. അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എഴുതിയാൽ മതി. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 2 എക്സെട്ര വരും അല്ലേ? ഓക്കെ, ടിൽ മാക്സിമം വാല്യൂസ് വരെ, n വാല്യൂസ് വരെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ സിമ്പിൾ ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 1 മൈനസ് പി ഓഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഒഴികെയുള്ള ബാക്കി ടേംസ് എന്താ? എക്സ് ഈക്വൽ ടു 0. ജസ്റ്റ് ഓപ്പോസിറ്റ് കേസ്. അപ്പോൾ 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0. ഈ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പറഞ്ഞാൽ സ്മോൾ എക്സിന് 0 കൊടുക്കാം ഈ ഒരു ഫോർമുലയിൽ. ഓക്കെ, അപ്പോൾ 1 മൈനസ് എൻ സി, ഇവിടെ ഞാൻ പറഞ്ഞില്ല എക്സിന് പകരം 6 ആണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. സോ എൻ സി 0. ഇനി പി റേസ് ടു 6 ആണ്, അതായത് 1/4 ആണ് പ്രോബിലിറ്റി. നമ്മൾ പ്രോബിലിറ്റി ഓഫ് സക്സസ് ആയിട്ട് എടുക്കേണ്ടത്. കാരണം എന്താ? പ്രോബിലിറ്റി ഓഫ് എ മാൻ ഹിറ്റിംഗ് എ ടാർഗറ്റ് 1/4 ആണ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സെന്റൻസിൽ തന്നിട്ട്. നമുക്ക് സക്സസ് എന്താ? ഹിറ്റിംഗ് എ ടാർഗറ്റ് ആണ്. സോ പി എന്ന് പറയുന്നത് എന്തായിട്ട് ചൂസ് ചെയ്യണം? 1/4 ആയിട്ട് ചൂസ് ചെയ്യണം. P is equal to 1/4 ആയിട്ട് ചൂസ് ചെയ്യാം. സോ പി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഹിറ്റിംഗ് ദ ടാർഗറ്റ്, അതാണ് സക്സസ് ആയിട്ട് എടുക്കേണ്ടത്. അത് 1/4 ആണ് ക്വസ്റ്റ്യൻ്റെ തന്നിട്ട്. സോ ക്യൂ എന്തായിരിക്കും? 1 മൈനസ് 1/4, ദാറ്റ് ഇസ് 3/4. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണ് ഇതിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. 1 മൈനസ് എൻ സി നോട്ട് ഇൻറ്റു n അറിയില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ കേട്ടോ. 1 മൈനസ് എൻ സി നോട്ട് 1/4 റേസ് ടു 0, 3/4 റേസ് ടു n. ഓക്കെ, n തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് അല്ലെങ്കിൽ ആറിന് പകരം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? 0 ആണ്. ക്ലിയർ ആയല്ലോ? ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 2/3 തന്നിട്ട്. ഇനി നമുക്ക് ഈ ഒരു വാല്യൂ, ഓക്കെ, എൻ സി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സി നോട്ട് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും വാല്യൂ വരിക. സോ എൻ സി നോട്ടിന്റെ വാല്യൂ എപ്പോഴും 1 തന്നെയായിരിക്കും. ഓക്കെ, ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഈ ടേം 1 ആവും. നെക്സ്റ്റ് 1/4 റേസ് ടു 0 എന്താ? അതും 1 ആണ്. അപ്പോൾ ആ കൂടിയുള്ള ടേം 3/4 റേസ് ടു n ആണ്. സോ 1 മൈനസ് 3/4 റേസ് ടു n, ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2/3. ക്ലിയർ ആയല്ലോ? അപ്പോൾ 1 മൈനസ് 3/4 റേസ് ടു n, ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 2/3. ഇനി നമ്മൾ ഇവിടെ ഒരു റീഅറേഞ്ച്മെന്റ് നടത്തുക. അതായത് 1 മൈനസ് 2/3, ഈ 2/3 എന്നുള്ളത് LHS കൊണ്ടുവരിക, 3/4 റേസ് ടു n RHS കൊണ്ടുപോവുക. അപ്പോൾ എന്താ വരിക? 1 മൈനസ് 2/3 ഗ്രേറ്റർ ദാൻ 3/4 റേസ് ടു n. ഓക്കെ, ഇപ്പോൾ 1 മൈനസ് 2/3 എന്ന് പറയുന്നത് എന്താ? 3 മൈനസ് 2/1, അതായത് 1/3 ഗ്രേറ്റർ ദാൻ 3/4
raised to n. ഇതിനെ നേരെ തിരിച്ചെഴുതിയതാണ്. ഓക്കെ, അതായത് 3/4 raised to n is less than 1/3. ക്ലിയർ ആയല്ലോ? ഇനി ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള n-ന്റെ വാല്യൂസ് ആണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്. n ഷുഡ് ബി 4, 5, 6, 7 എക്സെട്ര. അതായത് 3/4 raised to നമ്മൾ 4 കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും ഇറ്റ് ഇസ് ലെസ് ദാൻ 1/3. പക്ഷേ 3/4 raised to 3 2 1 കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ടാണ് n-ന്റെ വാല്യൂ ഇറ്റ് ഷുഡ് ബി 4 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 4. അപ്പോൾ മിനിമം വാല്യൂ ഈ n-ൽ കിട്ടിയ മിനിമം വാല്യൂ എന്താ 4 ആണ്. ദാറ്റ് മീൻസ് ദ മാൻ മസ്റ്റ് ഫയർ അറ്റ്ലീസ്റ്റ് 4 ടൈംസ് so that the probability of his hitting the target at least once എന്തായിരിക്കും greater than 2/3 ആയിരിക്കും. Next question, 8 coins are tossed simultaneously. The probability of getting at least 6 heads is. Options തന്നിരിക്കുന്നത് A 31/128, B 37/256, C 37/128 and D 31/256. Correct answer option B ആണ് 37/256. 8 കോയിൻസ് നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് ടോസ് ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 6 ഹെഡ്സ് കിട്ടാൻ, അറ്റ്ലീസ്റ്റ് പറയുമ്പോൾ എന്താ മിനിമം ആണ്. സോ 8 കോയിൻസ് എന്ന് പറയുന്നത് നമ്മൾ ടോസ് ചെയ്യാന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സൈമൾട്ടേനിയസ്ലി ആണല്ലോ. സോ നമുക്ക് ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 6 ഹെഡ്സ് ആണ്. സോ നമുക്ക് പ്രോബിലിറ്റി ഓഫ് നമുക്ക് എക്സ് എന്നുള്ളത് ഗെറ്റിംഗ് ഹെഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ മിനിമം 6 ഹെഡ്സ് കിട്ടണം. ദാറ്റ് മീൻസ് വാട്ട്, മിനിമം 6 ഹെഡ്സ് എന്ന് പറയുമ്പോൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ 6 മുതൽ 6 അതായത് എക്സ് ഈക്വൽ ടു 6, 7, 8 ആണ് വരിക. കാരണം 8 ആണ് മാക്സിമം, 8 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ 8 വാല്യൂ വരെയാണ് മാക്സിമം. സോ n എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം വാല്യൂ 8 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ 6ഉം 7ഉം 8 ഉള്ള വാല്യൂസ് നമ്മൾ NCX P raised to X Q raised to n minus x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് കേസിൽ എക്സ് ഈക്വൽ ടു എന്താണ് 6 ആണ്, പിന്നെ 7 then 8. ഓക്കെ, ഇനി ബാക്കി കറസ്പോണ്ടിങ് ടേംസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n എന്ന് പറയുന്നത് നമുക്ക് 8 ആണെന്ന് അറിയാം അല്ലേ? 8 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. സോ 8 ആണ് മാക്സിമം n-ന്റെ വാല്യൂ. അപ്പോൾ NCX P raised to X Q raised to n minus x ൽ ഈ പിയും ക്യൂവും എന്താ വരിക? നമുക്കറിയാം ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തായാലും ഹെഡ് കിട്ടാനോ ടെയിൽ കിട്ടാനോ ഈക്വൽ പ്രോബിലിറ്റി ആണ്, 1/2 ആണ്. സോ നമ്മൾ ഇവിടെ ഹെഡ് കിട്ടാനുള്ളതാണ് പി എടുക്കേണ്ടത്, പ്രോബിലിറ്റി ഓഫ് സക്സസ്, അത് 1/2 ആണ്. ഓക്കെ, അപ്പോൾ ക്യൂ എന്താ 1 minus 1/2, ദാറ്റ് ഇസ് 1/2. സോ 8C6 1/2 raised to 6 1/2 raised to 2 plus 8C7 1/2 raised to 7 1/2 plus 8C8 1/2 raised to 8. ലാസ്റ്റ് ടേം ഒരു ടേം വരും 1/2 raised to 0 വരും. അതിപ്പോൾ ഓൾറെഡി 1 ആയതുകൊണ്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ക്ലിയർ ആയല്ലോ? സോ ഇവിടെ എന്നും പിയും ക്യൂവും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് അറ്റ്ലീസ്റ്റ് 6 ഹെഡ്സ് കിട്ടാനുള്ളതാണ്. ദാറ്റ് ഇസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണ് വേണ്ടത്. ഇനി നമുക്ക് 8 കോയിൻസ് ആണ് ടോസ് ചെയ്യണേ. മീൻസ് അപ്പോൾ നമുക്ക് 8 ആണ് മാക്സിമം n-ന്റെ വാല്യൂ. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 6ഉം 7ഉം 8ഉം ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. ഇനി NCX P raised to X Q raised to n minus x ൽ n എന്ന് പറയുന്നത് 8 ആണ്. ഇവിടെ x-ന്റെ വാല്യൂ നമ്മൾ കറസ്പോണ്ടിങ് 6, 7, 8 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിയും ക്യൂവും എന്താ, ഒരു കോയിൻ ടോസ് ചെയ്യുന്നതിന്റെ കേസിൽ പിയും ക്യൂവും എന്താ നമുക്കറിയാം 1/2 ആണ്. അതായത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഓർ ടെയിൽ എന്ന് പറയുന്നത് 1/2 ആണ്, ഈക്വൽ പ്രോബിലിറ്റി ആണ്. അപ്പോൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിന്റെ വാല്യൂ കിട്ടുന്നത് 37/256 ആണ്. Next question, the mean and variance of a binomial distribution are 4 and 2 respectively. Find the probability of at least 6 successes. അതായത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ആൻഡ് വേരിയൻസ് എന്ന് പറയുന്നത് 4ഉം 2ഉം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 6 സക്സസസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് എന്താണ് റാൻഡം എക്സ്പെരിമെന്റ്, ഇപ്പോൾ സപ്പോസ് ടോസിങ് എ കോയിൻ ആണോ അല്ലെങ്കിൽ ത്രോയിങ് എ ഡൈ ആണോ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ വാല്യൂം വേരിയൻസ് വാല്യൂം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 6 സക്സസസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 37/256, B 32/255, C 34/259, D 31/256. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 37/256. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നോക്കാം. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ മീൻ എന്ന് പറയുന്നത് എന്താണ്, n into p ആണ് അല്ലെ. n into p is equal to 4 തന്നിട്ടുണ്ട്.
നെക്സ്റ്റ് വേരിയൻസിന്റെ വാല്യൂ തന്നിട്ട് വേരിയൻസ് നമുക്കറിയാം n ഇൻറ്റു പി ഇൻറ്റു ക്യൂ ആണ്. സോ എൻ പി ക്യൂ 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇത് ഡിവൈഡ് ചെയ്യാം. എൻ പി ക്യൂ ബൈ എൻ പി ചെയ്യാം. ദാറ്റ് ഈസ് അതായത് കറസ്പോണ്ടിങ് കൺസേൺഡ് എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസ് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2/4. അപ്പോൾ ക്യൂ നമുക്കിത് ഈ എന്നും പിയും ക്യാൻസൽ ആവും. ക്യൂ മാത്രം ഉണ്ടാവും ന്യൂമിനേറ്ററിൽ. സോ 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 2. ക്യൂ ഇസ് ഈക്വൽ ടു ഹാഫ് കിട്ടും. അപ്പോൾ പി എന്താ 1 മൈനസ് ക്യൂ, ദാറ്റ് ഈസ് ഹാഫ് തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ ഇൻറ്റു പി നമുക്ക് ഓൾറെഡി 4 ആണെന്ന് തന്നിട്ടുണ്ട്. സോ അതിൽ ഇപ്പം നമുക്ക് കിട്ടിയ വാല്യൂ എന്താ, പി നമുക്ക് ഹാഫ് കിട്ടി, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എൻ ഇൻറ്റു ഹാഫ് ഇസ് ഈക്വൽ ടു 4. അതാണ് ഈ ഒരു സ്റ്റെപ്പ്. എൻ ഇൻറ്റു ഹാഫ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ 2നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്നിൻ്റെ വാല്യൂ എന്താ കിട്ടിയ 8 ആണ്. ഇനി നമ്മൾക്ക് ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ്, അതായത് മിനിമം 6 സക്സസസ് ആണ്. സോ ദാറ്റ് മീൻസ് 6 ആൻഡ് ഗ്രേറ്റർ ദാൻ 6 ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താ 8 ആണ്. n is equal to 8 ആണ്. സോ നമുക്ക് മാക്സിമം ലിമിറ്റും മനസ്സിലായി. അപ്പോൾ n is equal to 8 ആയതുകൊണ്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ ഏതൊക്കെ എടുക്കണം, അറ്റ്ലീസ്റ്റ് 6 അല്ലേ? അപ്പോൾ 6ഉം 7ഉം പിന്നെ എത്ര വരെ പോകണം, 8 ആണ് മാക്സിമം വരെ. അപ്പോൾ ഈ 3 പ്രോബബിലിറ്റി വാല്യൂസും കറസ്പോണ്ടിങ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. പിയും ക്യൂവും ഹാഫ് ആണ്. ഓക്കെ, n എന്ന് പറയുന്നത് 8 ആണ്. പിന്നെ ബാക്കി എക്സിന് കറസ്പോണ്ടിങ് 6, 7, 8 അങ്ങനെ കൺസേൺ ടേംസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണ് ഈ 3 ടേംസ് കിട്ടുന്നത്. 8c6 1/2 റേസ് ടു 8 പ്ലസ് 8c7 1/2 റേസ് ടു 8 പ്ലസ് 8c8 1/2 റേസ് ടു 8. അപ്പോൾ നമുക്ക് ഫൈനലി ആൻസർ 37/256 ആണ് കിട്ടുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. In a binomial distribution, the sum of its mean and variance is 1.8. Mean and variance ന്റെ sum ആണ് 1.8. Find the probability of 2 successes if the event was conducted 5 times. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്തു, 5 ടൈംസ് കണ്ടക്ട് ചെയ്തു, n 5 തന്നിട്ടുണ്ട്. ഇനി പ്രോബബിലിറ്റി ഓഫ് 2 സക്സസസ് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ എന്താ, സം ഓഫ് മീൻ ആൻഡ് വേരിയൻസ് ആണ് 1.8. ക്ലിയർ ആയല്ലോ? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ 0.2623, ബി 0.302, സി 0.2048, ഡി 0.305. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 0.2048. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ യൂസ് ചെയ്യാം. മീൻ വാല്യൂ ആൻഡ് വേരിയൻസ് വാല്യൂ സമ്മ് തന്നിട്ടുണ്ട്. സോ എൻ പി പ്ലസ് എൻ പി ക്യൂ 1.8 ആണ്. നമ്പർ ഓഫ് ടൈംസ് ഇവന്റ് കണ്ടക്ട് ചെയ്തത് 5 ആണ്. സോ n = 5. ഇനി എൻ പി പ്ലസ് എൻ പി ക്യൂ എൽ എച്ച് എസ് മാത്രം എടുക്കാം. അതിൽ എൻ പി കോമൺ പുറത്തെടുത്തു അല്ലേ? ഈ n എന്ന് പറയുന്നത് 5 തന്നിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി 5 ഇൻറ്റു പി എന്താ ഇൻ ടേംസ് ഓഫ് ക്യൂ 1 മൈനസ് ക്യൂ ആണ്, ശരിയല്ലേ? അപ്പോൾ 1 മൈനസ് ക്യൂ ഇൻറ്റു 1 പ്ലസ് ക്യൂ. ഇനി ആർ എച്ച് എസിൽ എന്താ ഉള്ളത് 1.8. ഈ 5നെ ആർ എച്ച് എസിൽ കൊണ്ടുപോകാം. അപ്പോൾ 1.8 ഡിവൈഡഡ് ബൈ 5 വരും, ദാറ്റ് ഇസ് 0.36 ആണ് വരിക. ക്ലിയർ ആയല്ലോ? അപ്പോൾ എൽ എച്ച് എസിൽ ആകെ ഈ 2 ടേംസ് ഉണ്ടാവും, 1 പ്ലസ് ക്യൂ ഇൻറ്റു 1 മൈനസ് ക്യൂ is equal to 0.36. അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് കിട്ടുന്നത്. ഇനി a പ്ലസ് ബി a മൈനസ് ബി a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 1 മൈനസ് ക്യൂ സ്ക്വയർ is equal to 0.36. ഇതിൽ നിന്ന് ക്യൂ സ്ക്വയർ equal to 0.64 കിട്ടും. ക്യൂ എന്താ സ്ക്വയർ റൂട്ട്, നമ്മൾ പോസിറ്റീവ് ടേം മാത്രം കൺസിഡർ ചെയ്യാം, 0.8. അപ്പോൾ നമുക്ക് n 5 ആണെന്ന് അറിയാം, ക്യൂ 0.8 കിട്ടി. സോ പി എന്തായിരിക്കും 1 മൈനസ് 0.8, അതായത് 0.2. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് 2 സക്സസസ് ആണ്, അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ എൻ സി എക്സ്, അതായത് 5 സി എക്സ് എന്ന് പറഞ്ഞാൽ 2, പി റേസ് ടു എക്സ് അതായത് 2, ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്, എൻ എന്ന് പറഞ്ഞാൽ 5 മൈനസ് 2 ദാറ്റ് ഇസ് 3. ക്ലിയർ ആയല്ലോ? സോ 5c2 p raised to 2 q raised to 3. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5c2 ഇപ്പോൾ നമുക്ക് 10 ഇൻറ്റു 0.2 ആണ് p, 0.2 സ്ക്വയർ ഇൻറ്റു q എന്താ 0.8 ആണ്, 0.8 q, ദാറ്റ് ഇസ് 0.2048 ആണ് ആൻസർ. താങ്ക് യു.